നമുക്കറിയാം ഇപ്പോൾ മണോലോ മാർക്കസിനെ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് നിയമിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് മണോലോ മാർക്കസ്? രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, അദ്ദേഹം സ്പെയിനിൽ നിന്നാണ്. രണ്ടാമത്തത്, അദ്ദേഹം ഇന്ത്യൻ പ്ലേയേഴ്സിനെ എങ്ങനെയാണ് ISL യൂസ് ചെയ്തതെന്നാണ്. നമുക്കറിയാം ഹൈദരാബാദ് FC വേണ്ടി ഒരു കപ്പും അതുപോലെ കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് ഗോവയ്ക്ക് വേണ്ടിയും ഹൈദരാബാദ് FC വേണ്ടി അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ലിസ്റ്റൻ കൊളാസോ, ആശിഷ് റായ്, ആകാശ് മിശ്ര തുടങ്ങിയ യങ് പ്ലേയേഴ്സിനെ മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം ഡോമിനൻ്റ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത് സ്പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോച്ചസായ ആൽബർട്ട് റോക്ക, സെർജിയോ ലോബേറ, ഹബ്ബാസ്, അതുപോലെ മണോലോ മാർക്കസ് ഇവരെല്ലാം സ്പാനിഷാണ്. അതുപോലെ പ്ലേയേഴ്സിനെ അവരെടുത്ത കൺസിസ്റ്റന്റ് പെർഫോമൻസ് കളിച്ചുകൊണ്ട് നമ്മുടെ എഡു ബേഡിയ, തിരി, അതുപോലെ ഫെറാഗോ റോവനാസ് ഇവരും സ്പെയിനാണ്. സോ ഒരു സ്പാനിഷ് ഇൻഫ്ലുവൻസ് നമ്മുടെ ISL ഫസ്റ്റ് സീസൺ മുതലുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ പോസിറ്റീവായി മാത്രമേ ബാധിച്ചിട്ടുമുള്ളൂ. സുനിൽ ഛേത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിമാസ് എങ്ങനെയായിരുന്നു ടീമിനെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ആ സുനിൽ ഛേത്രിയുടെ പ്ലേയിങ് സ്റ്റൈലിനെ വരെ ഡിമാസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന്. സോ എങ്ങനെയായിരിക്കും ഒരു സ്പാനിഷ് കോച്ച് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് നമുക്ക് നോക്കി തന്നെ കാണാം. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.